ആദ്യം ഞാൻ മാലാ പാർവതിയിലേക്ക് പോകുന്നു. മാലാ പാർവതി, സമാനമായ അനുഭവങ്ങൾ ഒരുപാട് മാലാ പാർവതിക്കുമുണ്ട്. ഇന്ന് ഒരു അനുഭവം പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്തയിൽ പ്രതികരിച്ചു തുടങ്ങാമെന്ന് തോന്നുന്നു. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്മൃതി, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് ഈ ഒരു സ്ത്രീകളുടെ ഒരു പ്രശ്നത്തില് ഇങ്ങനെ ഇത്രയും ദ്രുതമായി ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായത്, ദ്രുതഗതിയിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായത് പ്രത്യാശ നൽകുന്നു. ഈ പ്രതിരോധത്തിന് സ്ത്രീകളോടൊപ്പമാണ് സർക്കാരെന്നും പോലീസെന്നും ഒക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നതിൽ വലിയ വലിയ ആശ്വാസം. പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ സാധാരണക്കാരായ സ്ത്രീകൾ സൈബർ അറ്റാക്കിനെതിരെ നടത്തുന്ന പരാതികൾ, അല്ലെങ്കിൽ മാലാ പാർവതി തന്നെ പലപ്പോഴായി നടത്തിയ പരാതികൾ, നൽകിയ പരാതികൾ, അതിന്മേലൊക്കെ ആമ ഇഴഞ്ഞു പോകുന്ന വേഗമാണ് പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എത്ര വർഷമെടുത്തിട്ടാണ്? ഇന്ന് രാവിലെ വേറെയും ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. കേസ് കൊടുത്തിട്ട് ഇപ്പോൾ 8 വർഷമായി എന്ന് പറയുന്ന ഒരു പ്രതികരണം കൂടി നമ്മൾ കണ്ടതാണ്. മാലാ പാർവതിക്കും സമാനമായ അനുഭവമുണ്ട്. ഇതിൽ ഒരു വേഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പണത്തിന്റെ ഹുങ്ക്, അതാണല്ലോ ഇന്ന് പറഞ്ഞ ഹണി റോസ് പറഞ്ഞ ഒരു കാര്യം. പണത്തിന്റെ ഹുങ്കുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, എനിക്ക് നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എന്ന്. അതിലാണ് അറിയേണ്ടത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അയാൾ നടത്തിയ പ്രതികരണം കൂടി നോക്കൂ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. തെറ്റെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ പണത്തിന്റെ ഈ റിച്ച് പ്ലേ ബോയ് ആണല്ലോ അദ്ദേഹം. അപ്പോൾ പണം 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 എന്ന് പറഞ്ഞത് സർവ്വതും പണത്തിൽ തുലനം ചെയ്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ളവരും അദ്ദേഹത്തിന് ഉപയോഗിക്കാനുള്ള ഉപഭോഗ വസ്തുക്കളുമാണെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയുടെ ശരീരത്തെയോ അവരുടെ പ്രത്യേകതകളെയോ ഏത് നിലയ്ക്കും ആക്ഷേപിക്കാം, അവരെ കൊത്തിപ്പറിക്കാൻ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കിയ ആണുങ്ങളുടെ ഈ ആരവത്തിന് പൊട്ടിച്ചിരിക്കാനുള്ള ഒരു കൗതുക വസ്തുവാക്കി മാറ്റാമെന്നുള്ള ധാർഷ്ട്യം വന്നത്. അത് നമുക്ക് ഹണി എന്തുകൊണ്ടാണ് ഹണി ഒന്നും പറയുന്നില്ലല്ലോ എന്ന് നമുക്ക് സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഹണി കേസ് കൊടുത്തത്. അപ്പോൾ വലിയ സന്തോഷമായി. കാരണം അങ്ങനെ ഒരു പെൺകുട്ടി ശബ്ദം ഉയർത്തുമ്പോൾ മാത്രമേ നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹണി റോസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു സംശയമില്ല, ആദ്യ ദിവസം ഈ പരിപാടിയിൽ, ഇയാളുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇയാൾ അവിടെ വെച്ച് നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം അന്ന് അവർക്കത് മനസ്സിലായില്ല. അവരും അവിടെ ചിരിച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് അത് പലരും ശ്രദ്ധയിൽപ്പെടുത്തിയ ഘട്ടത്തിൽ അയാളുടെ മാനേജറെ വിളിച്ച് അപ്പോൾ തന്നെ പറഞ്ഞതാണ് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷവും അത് തുടരുകയായിരുന്നു. വീണ്ടും ഒരു പരിപാടിയിൽ കൂടി പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ പിന്നീട് അയാളുമായി സഹകരിച്ചില്ല. സഹകരിക്കാത്ത ഘട്ടത്തിൽ കാണുന്ന അഭിമുഖങ്ങളിലൊക്കെ തന്നെയും ഹണി റോസിനെതിരെ ദ്വയാർത്ഥ പ്രയോഗം, മോശം പരാമർശം നടത്തിക്കൊണ്ട് തുടരുകയാണ്. ഇതിപ്പോൾ ഒരു ഹണി റോസ് മാത്രമല്ല, പല വനിതകൾക്കും സമാനമായ അനുഭവമുണ്ട്. അവരെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന പെൺകുട്ടികൾ ഭയന്ന് വെപ്രാളപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഇയാളുടെ വായിൽ നിന്ന് എന്താണ് വരിക എന്നറിയാത്ത രീതിയിൽ അയാൾ ഇന്റർവ്യൂ ചെയ്യാൻ പെൺകുട്ടികളെ തന്നെ വിടുന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശവുമുണ്ട്. ഇതൊക്കെ തന്നെ ഇത്തരം ഉദ്ദേശങ്ങൾക്കെല്ലാം ഏറ്റവും ഒരു അടിയായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും. അത് രണ്ടാമത്തെ പരിപാടിക്കും ഹണി വീണ്ടും പോയി എന്ന് പറയുന്നതിനെ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹണിയോട് സംസാരിച്ചതാണ്. രണ്ടാമത് അവര് മറ്റൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ബോബി ചെമ്മണ്ണൂർ അവിടെ ഗസ്റ്റ് ആയിരുന്നു. ആൾക്കാർ പറയുന്നു ഒരു തവണ ഇങ്ങനെ ഉണ്ടായിരുന്നേ പിന്നെ എന്തിനാണ് അയാളുടെ പരിപാടിക്ക് പോയതെന്ന് 2-3 കമന്റ് വായിച്ചു. അത് തെറ്റാണ്. അവര് രണ്ടാമത് അവരുടെ പരിപാടിക്ക് പോയതല്ല, മറ്റൊരു പരിപാടിക്ക് പോയപ്പോൾ ഇദ്ദേഹം അവിടെ ഗസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് അവർ ഒരുമിച്ച് വീണ്ടും ഒരു വേദിയിലുണ്ടായിരുന്നത്. പിന്നെ വിളിച്ച ഒരു പരിപാടിക്ക് അവർ പോയിട്ടില്ല. പലപ്പോഴും അവരെ എതിർക്കാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം ഇന്നലെ ഈ അറസ്റ്റിന്റെ സമയവും അദ്ദേഹം പറയുന്നു, കൂന്നുള്ള വാക്കിനെ ആൾക്കാർ മാറ്റി വായിച്ചതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത എന്നുള്ള അക്ഷരത്തിനെ മറ്റുള്ളവരെ വേറെ കണ്ടതിന് എന്നെ എന്തിനാ കുറ്റം പറയുന്നത്, നടി എന്നതിനെ വേറൊന്നായി കാണുന്നത് എന്തിനാണ്, ഇതൊക്കെ പച്ചയ്ക്ക് പറയുകയാണ്. നടി എന്നതിനെ മറ്റൊരു വാക്ക് ഉപയോഗിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പരസ്യമായി വേറൊരു അയാൾക്ക് മാത്രം. അതെ, അത് പണത്തിന്റെ അഹങ്കാരത്തെ, അത് അദ്ദേഹത്തിന് പണത്തിന്റെയും അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഫാൻസിന്റെയും ഈ ആൺകൂട്ടങ്ങളുടെ, അത് കുറച്ച് പെൺകൂട്ടങ്ങളും ഉണ്ടോന്ന് അറിഞ്ഞൂടാ, അവരുടെ ആ വലയത്തിൽ നിന്നുകൊണ്ട്, ആ പ്രതാപത്തിൽ നിന്നുകൊണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇത് കേരളമാണ്. ഇവിടെ തീർച്ചയായിട്ടും മറ്റൊരു തരത്തിൽ ഇതിനെ എതിർക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്.
കുറച്ചും കൂടെ ഒരു മോഡേൺ സൊസൈറ്റി തന്നെയാണ് കേരളം. ഇവിടെ ഒരു എന്താ പറയാ വെസ്റ്റേൺ ഡ്രസ്സസ് ഇട്ടാലോ അല്ലെങ്കിൽ സാരി ഉടുത്ത പോലെ വസ്ത്രം എടുക്കുന്നതിനെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരെ വേർബലി റേപ്പ് ചെയ്യാമെന്ന് പറയുന്ന കാര്യത്തിനെ കേരളം കൂടെ നിൽക്കില്ല. ഒരു വലിയ വിഭാഗം നിൽക്കുമായിരിക്കും, പക്ഷെ അവർക്ക് മുഖം അടച്ച് ലോ പ്രൊഫൈലിൽ നിന്നുകൊണ്ടാണ് അവർ പലരും അവരുടെ അഭിപ്രായം പറയാൻ ധൈര്യം കാണിക്കുന്നത്. 1-2 പേര് വീണ്ടും വന്ന് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ അത് തന്നെ 99% ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ എതിർക്കുമ്പോൾ 1% ഞാൻ ഹണിറോസിന്റെ വസ്ത്രത്തെയും എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാനേ സാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നതൊക്കെ തന്നെ വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.